ഒരു നുള്ളു ഉപ്പ്, സാൾട്ട്, 2 പഴം. ഇതിനെ നമ്മൾ ഇങ്ങനെ ഞൗണ്ടണം. ഇതേപോലെ ഈ പഴത്തിനിങ്ങനെ ഞൗണ്ടണം കയ്യിലിട്ടിട്ട്. ഇതേപോലെ കിട്ടും പഴം കേട്ടോ. ഇതുണ്ടോ, കൈ കൊണ്ട് തന്നെ ഞൗണ്ടണേ, മിക്സിയിലൊന്നും അടിക്കരുത്, വെള്ളം ഒട്ടും ചേർക്കുകയും ചെയ്യരുതേ, ഇങ്ങനെ തന്നെ എടുക്കണം. ഇത് ഈ കപ്പിന് 1 കപ്പ് മൈദാ മാവ് കൂടെ ചേർത്തിട്ട് വേണം ഇങ്ങനെ കുഴച്ചെടുക്കുക. ഇതാണ് കപ്പ്. ഇത് ഈ പാകത്തിന് മൈദാ മാവ് ഇട്ടിട്ട് കുഴച്ചെടുക്കണം. നമുക്ക് ഇതുണ്ടോ, ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. ഈ കപ്പിന് 1 കപ്പ് തേങ്ങയും കൂടെ ചേർക്കാം. ഇത് കണ്ടോ, തേങ്ങ ചിരവിയതാണ്. ഇതും കൂടെ ഇതിലേക്ക് കൂട്ടിയൊന്നിങ്ങനെ കുഴച്ചെടുക്കണേ. കപ്പ് നിറയെ ബനാന അപ്പം ഉണ്ടാക്കാം. നല്ല മുഴുത്ത ഇങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, കുറച്ച് കുറച്ചായിട്ട്. അത് എണ്ണയിലിട്ട് കുറച്ച് വേകുമ്പം തന്നെ അത് ഉരുണ്ട് വന്നോളും. ആ പുറം ഭാഗം ഒന്ന് ഇത്തിരി കളറ് മാറിയാൽ ഇപ്പം നമുക്കത് കോരിയെടുക്കാം കേട്ടോ. സാധനം റെഡി ആയിട്ടുണ്ട്. ഞാൻ ആദ്യം എണ്ണയിലിട്ടത് ഇങ്ങനെ മൂത്ത് കരിഞ്ഞു പോയി, ഇങ്ങനെയായിപ്പോയി. പിന്നെ ഉള്ളതെല്ലാം റെഡിയായി വന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ ബനാന ഉണ്ടോ? അടിപൊളി ഉണ്ടോ? കിരികിരേ നല്ല സൗണ്ടിൽ. ഇത് എണ്ണയിലിട്ട് കഴിയുമ്പോൾ എണ്ണയിൽ നിന്ന് ഇതിൻ്റെ കളറ് മാറുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പം നമ്മൾ കോരിയെടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിങ്ങനെ വെന്ത് പോലെ ഉണ്ടാവില്ല, ഇത്തിരി മാവ് പോലെ ഉണ്ടാവും. പക്ഷെ ഇതിപ്പോൾ ഇത്തിരി തണുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടോ, തണുത്ത് കഴിയുമ്പോൾ നല്ല പോലെ ഉണ്ട് കേട്ടോ. എന്താ നന്നായി വന്നിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കിയോ, നല്ല അടിപൊളി ടേസ്റ്റുമാണ്. ഞാനതിൽ വേണ്ട അധിക സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. ഇതേപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ്. കപ്പ് നിറയെ ബനാന പക്കാവട. ഇങ്ങനെയാണ് ബനാന പക്കാവട തയ്യാർ ചെയ്യുക, രുചികരമായിട്ട്.